ഇത് കണ്ടിട്ട് ഒരു ഹാഫ് ബർത്ത്ഡേന്റെ കേക്ക് സെറ്റ് ആക്കാന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഇത് അനിയത്തിന്റെ മോള് വന്നപ്പോൾ അവൾക്ക് കേക്ക് വേണമെന്ന് ജസ്റ്റ് വാശി പിടിച്ചപ്പം ഞാനൊരു ലെയർ കേക്ക്, ഒരു കേക്കിന്റെ ഒരു ലെയർ സ്പഞ്ച് കയ്യിലുണ്ടായിരുന്നു. അത് ഒരു 2 പീസാക്കിയിട്ട് മുറിച്ച് 2 ലെയർ ആക്കിയിട്ട് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ മേലെ നട്ട്സ് ഇടാൻ നോക്കിയപ്പോൾ അവൾക്ക് നട്ട്സ് വേണ്ടാന്ന് പറഞ്ഞ് ജസ്റ്റ് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ട് ഫൈനൽ കോട്ട് ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ ആൾക്ക് തീരെ ക്ഷമ ഇല്ല. അപ്പം തന്നെ ഒരു പീസ് എടുത്ത് കഴിച്ചിട്ടോ. റെഡ് കളറിലതോ? പിന്നെ അന്ന് തന്നെ എനിക്കൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡിസൈൻ കണ്ടിട്ട് അതേപോലെ ചോക്ലേറ്റ് വെക്കണം, അതേപോലെ റെഡ് കളറിലുള്ള ചെറീസ് വെക്കണം എന്നൊക്കെ പറയാം കേട്ടോ ആള്. അപ്പോൾ പിന്നെ ഞാൻ വനില കേക്ക് ആണെങ്കിലും അതിൻ്റെ മേലെ അവൾ പറഞ്ഞ പോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റും ഒക്കെ വെച്ച് ചെറീസ് എടുക്കാൻ വേണ്ടി ഞാൻ തിരിഞ്ഞപ്പോൾ തന്നെ എന്നെ കാണാതെ ചോക്ലേറ്റ് ഒക്കെ എടുത്ത് കഴിക്കുകയാണേ. കുട്ടികൾക്കൊക്കെ പിന്നെ ഈ കേക്ക് ആയാൽ അവർക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ സോപ്പിടാൻ ഇപ്പം എൻ്റെ അടുത്തുള്ള ഏറ്റവും വലിയ ആയുധാട്ടോ ഈ കേക്ക്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് അനുസരിച്ചിട്ടില്ലെങ്കിലോ ഒക്കെ കേക്ക് തരാട്ടോ അല്ലെങ്കിൽ കേക്ക് തരൂലട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അപ്പം അവിടെ ഫ്ലാറ്റ് ആവും. കേക്ക് എന്ന് കേട്ടാൽ എൻ്റെ ഫാമിലിയിലെ മക്കളൊക്കെ അവിടെ ഫ്ലാറ്റ് ആവും കേട്ടോ. കേക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും വന്നാൽ കേക്കുണ്ടോ എന്ന് പറഞ്ഞിട്ട് ആദ്യം എൻ്റെ ഫ്രിഡ്ജിൻ്റെ അടുത്തേക്കാണ് പോവുക. അപ്പോൾ എന്തായാലും ഇവളെ ഹാപ്പി ആക്കാൻ ഒരു കേക്ക്, ഒരു സ്പഞ്ചിൻ്റെ ലെയർ കൊണ്ട് ഞാനൊരു കേക്ക് സെറ്റാക്കി കൊടുത്ത് അവളെ ഹാപ്പിയായി. 1-2 പ്രാവശ്യമായിട്ട് കഴിച്ചപ്പോൾ തന്നെ അവൾ ഫ്ലാറ്റായി.